നമസ്കാരം. ഇന്ന് ഗുരുപൂർണിമയാണ്. പൂർണിമ തിഥി അവസാനിക്കുന്ന ദിവസം ആഷാഢമാസത്തിലെ വെളുത്തവ. ഹിന്ദുമത വിശ്വാസികൾക്ക് ഇത് വേദവ്യാസൻ്റെ ജന്മദിനമാണ്. ഹിന്ദുമത വിശ്വാസികളും ബുദ്ധമത വിശ്വാസികളുമാണ് ഗുരുപൂർണിമ ദിനം പ്രധാനമായും ആചരിക്കുന്നത്. ഭാരത സംസ്കാരത്തിൻ്റെ ആധാരശിലകളായ വേദങ്ങളും ഉപനിഷത്തുകളും പുരാണങ്ങളും സ്മൃതികളും ഗുരുസങ്കല്പത്തിൻ്റെ മഹത്വത്തെ വാഴ്ത്തുന്നു. ഈ ഗുരുസങ്കല്പത്തിന് മുന്നിൽ ശിരസ നമിക്കുന്ന ദിനമാണ് ഗുരുപൂർണിമ. അന്ധകാരത്തിൽപ്പെട്ട് സത്യവും നിത്യവും തിരിച്ചറിയാതെ പോകുന്നവർക്ക് നേർവഴി കാണിച്ച് അവരെ ശരിയായ ദിശയിലേക്ക് നയിക്കുന്നവനാണ് യഥാർത്ഥ ഗുരു. ഇതാണ് ഭാരതത്തിൻ്റെ ഗുരുസങ്കല്പം. മനുഷ്യന് യഥാർത്ഥ ജ്ഞാനം പ്രദാനം ചെയ്ത് അവന് ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള വഴി തെളിയിച്ചു കൊടുക്കുന്നവനാണ് യഥാർത്ഥ ഗുരു. ആരാണ് ഗുരു? ഗുരു എന്നീ രണ്ട് സംസ്കൃത അക്ഷരങ്ങൾ ചേർന്നാണ് ഗുരു എന്ന വാക്ക് രൂപം കൊണ്ടത്. സംസ്കൃതത്തിൽ ഗു എന്നാൽ അന്ധകാരമെന്നും ഗുരു എന്നാൽ ഇല്ലാതാക്കുന്നവനും എന്നാണ് അർത്ഥം. അതായത് മനുഷ്യൻ്റെ മനസ്സിലെ അന്ധകാരത്തെ ഇല്ലാതാക്കുന്നവനാണ് ഗുരു. ജീവിതത്തിൽ ഗുരുവിൻ്റെ പങ്ക് വളരെ വലുതാണെന്ന തിരിച്ചറിവിലൂടെയാണ് ശിഷ്യന്മാർ ഗുരുപൂജ നടത്തുന്നത്.